ഫസ്റ്റ് ഹാഫ് എടുത്ത പോലെ വെച്ചിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ഇപ്പൊ ആരെങ്കിലും കണ്ട പ്രേതത്തെ കണ്ടാ പേടിക്കൂ. വെൽക്കം ബാക്ക്. മാത്യു തോമസ്, റോഷൻ ഷാനവാസ്, ശരത്സഭ ഈ ടീമിന്റെ ഒരു ഫാന്റസി ഹൊറർ ത്രില്ലർ മൂവി റിലീസിന് എത്തിയിട്ടുണ്ട്. നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ ഇതിലെ പാട്ടൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ട്രെയിലറൊക്കെ കണ്ടിട്ട് എന്തോ ഒരു ഫാന്റസി ത്രില്ലർ പരിപാടിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നൈറ്റ് റൈഡേഴ്സ് കണ്ടിറങ്ങി ഓടിച്ചുകൊണ്ട് റിവ്യൂ ചോദിക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ നൈറ്റ് റൈഡേഴ്സ് റിവ്യൂല്. സൂപ്പറായിരുന്നു, നല്ല കോമഡിയൊക്കെ വർക്കൗട്ടായി. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഒരു ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞ പോലെ. ഹൊറർ എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഹൊറർ എലമെന്റ്സ് ഫസ്റ്റ് ഹാഫിലെ ഹൊറർ എലമെന്റ്സ് ഒക്കെ നൈസായിരുന്നു. നമുക്ക് പേടിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും തന്നായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് ഭയങ്കര എൻഗേജിങ് ത്രില്ലർ എന്ന് പറയാനില്ല. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് തന്നെ. സെക്കൻഡ് ഹാഫിന്റെ നെഗറ്റീവായിട്ട് തോന്നാനാണെങ്കിൽ സെക്കൻഡ് ഹാഫ് തന്നെ. സെക്കൻഡ് ഹാഫിന്റെ മേക്കിംഗ് എന്തോ ഒരുമാതിരി. വില്ലനൊക്കെ എങ്ങനെയുണ്ട്? വില്ലൻ കുഴപ്പമില്ല, നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് എടുത്ത പോലെ വെച്ചിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ഭയങ്കര ഒരു ക്രിഞ്ച് പരിപാടിയായിട്ടാണ് തോന്നി. ഒരു ഭയങ്കര ഹൊറർ സീനൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ആ മറ്റൊരു ഫൺ മൂഡിലിരുന്ന് ചിരിക്കാൻ, മറ്റേ നമ്മുടെ ഒടിയ കഞ്ഞി എടുക്കട്ടെ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് വേറൊരു സാധനമുണ്ട്. ഞാനതെടുത്ത് പറയുന്നില്ല. മൊത്തത്തിൽ ഒരു അലമ്പ് ഫീലായിരുന്നു. ഇനിയിപ്പം ഇത് പറയുമ്പോൾ ഊക്കായിരിക്കും. ഫാന്റസി പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ടോ? എനിക്ക് ഒട്ടും വർക്കായില്ല. പിന്നെ നമുക്ക് വേറൊരു ആംഗിൾ ഇരുന്ന് കാണാം. അതായത് മൊത്തത്തിൽ പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഇവർ ഭയങ്കര ഹൊറർ സാധനം കാണിക്കുമ്പോൾ നമുക്കതൊരു ഫണ്ണായിട്ട് അടുത്തൊരാളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഞോണ്ടിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ വലിയ പരിപാടി. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? ഒരുപാട് കണ്ടതാണ്. നമ്മൾ ഡിറ്റക്റ്റീവ് വിജിലന്റെ കുറച്ച് പോർഷൻ അവിടുന്ന് ഇവിടുന്ന് കുറെ ചുരണ്ടിയ കുറെ സീൻസും കാര്യങ്ങളും ആൻഡ് ഓൾസോ പെർഫോമൻസ്. എനിക്ക് നമ്മുടെ ശരത്സഭ ഉണ്ടല്ലോ, പുള്ളിയുടെ ചില കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതർവൈസ് ബാക്കിയെല്ലാം ബട്ട് മാത്യൂസിന്റെ ഒന്നും എനിക്ക് ഒട്ടും വർക്കായില്ല. ഭയങ്കര ക്രിഞ്ച് സീൻ, ആ ഒരു മൂഡ്. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരു വില്ലന്റെ ഒരു ഇതും കോമഡി പരിപാടിയായിട്ടാണ് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇവരുദ്ദേശിക്കുന്ന സാധനം നമുക്ക് അതേ രീതിയിൽ കൺവേ ആവുന്നില്ല. മനസ്സിലായി? ഇവരുദ്ദേശിക്കുന്ന മൂഡിലല്ല നമുക്കത് ഫീൽ ചെയ്ത്. എനിക്കെങ്ങനെ അത് ഫീൽ ചെയ്തത്. അവര് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്കത് വേറൊരു ഫണ്ണായിട്ട് മനസ്സിലായി. ഒരു ഇറിറ്റേറ്റിംഗ് ഫീൽ ഒക്കെ ആയിരുന്നു. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് അത്യാവശ്യം നമുക്ക് ഓക്കെ ആയിട്ടിരുന്ന് കാണാം. അതർവൈസ് ബാക്കിയെല്ലാം എങ്ങനെയും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ളൊരു തോട്ടായിരുന്നു. ഇല്ല, പഴയ കണ്ണുകളൊക്കെ പ്രെഡിക്റ്റബിൾ കഥയായിരുന്നോ? കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ സൂപ്പർ പടമാണ്. ഒരു ഹൊറർ എലമെന്റ് ഒക്കെ ഉണ്ടോ? അത് കണ്ടു തന്നെ നോക്കണം. ഇങ്ങോട്ട് നോക്കാം. ഡിറ്റക്റ്റീവ് വിജിലൻ ആ ഒരു ടൈപ്പ് മൂവി അല്ലാതൊന്നുമില്ല. ഒരു ഫാന്റസി പരിപാടിയൊക്കെ ട്രെയിലറിൽ ഒന്നുമില്ല, ഒന്നും വർക്കല്ല ഒന്നും. ഓക്കെ, മാത്യുവിന്റെ ഒരു കംബാക്ക് എന്ന് പറയാൻ ഒരു ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉണ്ടോ? അത്ര ഹൊറർ എലമെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറിയാണ്. ഓൾറെഡി സെയിം ജോണർ തന്നെ. വലിയ വർക്കായോ? കണ്ടിരിക്കാം. ഒരു ഫാന്റസി പരിപാടിയാണോ? വൺ ടൈം വാച്ചബിൾ, അത്രേ ഉള്ളൂ. മൊത്തത്തില് മാത്യു ഒക്കെ എങ്ങനെയുണ്ട്? മാത്യു ഒക്കെ മാസൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. എന്നാലും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഒരു ആവറേജ്. എങ്ങനെയുണ്ടാ നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ്? സമയം പോയി, അത്രേ പറയാനുള്ളൂ. വേറെ ഒരു ടിപ്പിക്കൽ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു കള്ളൻ, നാട്ടുകാരെ പേടിപ്പിക്കുന്ന, അങ്ങനെയുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു എന്താണ് കുറേ മിന്നൽ മുരളി സീക്വൻസ്, കുറേ ഒടിയൻ, അങ്ങനെ കുറേ സിനിമയുടെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് എന്താണ് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നും ഇല്ല, വലിയ രസമൊന്നുമില്ല. ത്രില്ലർ പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. ത്രില്ലർ പിടിക്കാനൊരു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്കൊരു സസ്പെൻസോ പേടി അങ്ങനെ എന്തെങ്കിലും വരണ്ടേ. ഇവര് കുറെ ഹൊററൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഒന്നും ഒരു എഫക്റ്റ് ആയിട്ടില്ല. ത്രില്ലർ ആണെങ്കിൽ നമുക്ക് പേടിക്കാനുള്ള ഒരു സീക്വൻസോ അങ്ങനെ നമ്മളെ പിടിച്ചിരുത്തുന്ന കാര്യങ്ങളൊന്നും സിനിമയ്ക്കകത്തില്ല. സ്റ്റോറിയാണോ സ്ഥിരം ക്ലീഷേ ആയിപ്പോയോ? പ്രഡിക്റ്റബിൾ ആയിപ്പോയോ? പ്രഡിക്റ്റബിൾ ആണോ? സ്റ്റോറി ആയിട്ടൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്നൊരു പടം, എപ്പോഴും കണ്ടുവരുന്നൊരു സ്റ്റോറി തന്നെ. ഫാന്റസി എലമെന്റ്സ് ഒക്കെ വർക്കായോ? ഒന്നും വർക്കായിട്ടില്ല. എല്ലാം എന്താണ് കുറച്ച് ഓവറായിട്ട് ചളവാക്കി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ഫാന്റസിയെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇച്ചിരി ഓവറായി പോയി. മാത്യുവിന് ഒരു ഹീറോ മെറ്റീരിയൽ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മാത്യു ഒരു ഹീറോ മെറ്റീരിയൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ആ ശരസഭയാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ഹീറോ മെറ്റീരിയൽ ആയിട്ട് തോന്നിയത്. പുള്ളിയുടെ ആണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഫാമിലിക്ക് വർക്കാവോ? ചുമ്മാ എന്താണ് വെറുതെ ഒരു പടമായിട്ടൊന്ന് കണ്ടുപോകും, അത്രേ ഉള്ളൂ. പടം ഇറങ്ങുകയും ചെയ്ത് അവിടെ എത്തിയതും ഇല്ല. നമുക്ക് ഒരു അവിയൽ പരുവത്തിലുള്ള ഒരു സിനിമ. ഈ മാത്യൊക്കെ ഇത് എങ്ങനെ ഈ സിനിമയൊക്കെ കഥ ഡേറ്റ് എടുക്കുന്ന എനിക്ക് അറിയാൻ വയ്യ. ഈ 2025 എന്തിനിങ്ങനൊരു പടമെന്ന് ആലോചിച്ചാണ്. ഒട്ടും എൻഗേജ് ആവുന്നില്ല. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഓരോന്ന് കണ്ടിരിക്കാൻ പെട്ടെന്നുള്ള ജംസ്കേഴ്സും കുറെ സൗണ്ടും പിന്നെ മുഖത്ത് മേക്കപ്പ് ഒക്കെ ഇട്ട പ്രേതവും അങ്ങനെയൊക്കെ വരുന്ന ഒരുമാതിരി ടിപ്പിക്കൽ ഒരു സിനിമ. ഒട്ടും എൻഗേജ് ആകത്തില്ല. എന്നെ കണ്ടോണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാൻ പറ്റുന്ന സിനിമ, അത്ര വേറൊന്നുമില്ല. സീറ്റഡ് ത്രില്ലർ എന്നൊന്നും പറയില്ല. ത്രില്ലറാ? സീറ്റഡ് ജോ? ഞാൻ ചാരി ഇരുന്നുണ്ട്, നല്ല റിലാക്സ് ആയിട്ട്. മിന്നൽ മുരളി ആ ഒരു വൈബാണോ പിടിച്ചേക്കുന്നത്? അല്ലല്ല, ഇത് നമ്മൾ സ്ഥിരം കണ്ടു വളർന്ന ഒരു പടം തന്നെ. ഒരു നാട്, അവിടെ കുറേ ഒരുത്തം പേടിപ്പിക്കുന്നു, ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ ആവശ്യമില്ലാത്തടത്തൊക്കെ ഒരു പ്രേതം വന്ന് അവന് വായിൽ ഉരുളയൊക്കെ വെച്ച് കൊടുക്കുന്നു.
ഇതൊക്കെ എന്ത് ഇത് ഒരു പേടിപ്പിക്കാൻ നോക്കിയതാ നമ്മൾ തന്നെ. അല്ല ഒരു തെയ്യം ഒരു fantasy പേടിയല്ല. പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അത്. അതൊന്നുമില്ല, തെയ്യൊന്നുമല്ല. തെയ്യോ അല്ല മൊത്തത്തില് ത്രില്ലർ ഉണ്ടോ? സീറ്റഡ് ത്രില്ലർ. ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണം, നമ്മൾ തന്നെ പേടിക്കണം. അതെന്ത് തന്നെ പേടിക്കാനായിട്ടാണെങ്കിൽ ഫണ്ണായിട്ട് കണ്ടിരിക്കാനുണ്ടോ? ഫണ്ണായിട്ട് ഇല്ല. പടം മോശപ്പടം, എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. നെഗറ്റീവായിട്ട് സ്റ്റോറി ടിപ്പിക്കൽ മൂവി ബ്രോ. നമ്മൾ കണ്ടുപടന്ന സിറിയ ക്ലീശ പടം തന്നെ. അല്ല മേക്കിംഗ് പോരായ്മയില്ല, അതിലെ ആർട്ടിസ്റ്റ് ചിലവരൊക്കെ നല്ല മോശം. ഇത് നല്ലപോലെ അഭിനയിക്കേണ്ട അടുത്തൊക്കെ ചവറ് രീതിയിലൊക്കെ ഓവറായിട്ടുണ്ട് ബ്രോ. നല്ലപോലെ ഓവറായിട്ടുണ്ട്, എല്ലാവരും ഓവറായിട്ടുണ്ട്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. വർക്കായോ? കുഴപ്പമില്ല. സ്റ്റോറിയൊക്കെ പറയുകയാണെങ്കിൽ ത്രില്ലർ ഫാന്റസി പരിപാടിയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം എന്നുള്ളത് എന്തോ പറയാനാ. കണ്ടിരിക്കാം. ഒരു സീറ്റഡ് ത്രില്ലർ അങ്ങനെ എടുത്തു പറയാനായിട്ട് മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? കണ്ടിരിക്കാൻ കുറച്ചൊക്കെ ആക്ഷൻ ഉണ്ട്. നോർമൽ ഫിലിം. ട്രെയിലറെ കാണാൻ നമ്മൾ വിചാരിച്ചതിനകത്തല്ല ഓഡിയൻസ് സെറ്റപ്പ് അങ്ങനെയൊക്കെ വന്ന് വിചാരിച്ച്, പക്ഷെ അതൊന്നും അല്ല. ഇത് ഒരുമാതിരി ആളെ വടിയാക്കുന്ന രീതിയിലുള്ള പടം എടുത്ത് ഇവർ വെച്ചേക്കുന്നത്. ഇത് തുടക്കത്തിട്ട് അവസാനം വരെ രാത്രിയാവുന്നു പകലാവുന്നു, രാത്രിയാവുന്നു പകലാവുന്നു, ഇവരെ കള്ളനെ പിടിക്കാൻ പോകുന്നു. ഇത് തന്നെ ഉള്ളു ഇരുന്ന് റിപ്പീറ്റ് അടിച്ച്. ഇതിപ്പോൾ കുറേ സമയം നമുക്ക് കണ്ടിരിക്കുന്നത്, പക്ഷെ തുടക്കത്തിൽ അവസാനം വരെ സെയിം സംഭവമേ ഉള്ളൂ. കള്ളന് ഭയങ്കര ഒരു ഇമ്പാക്റ്റും അതൊക്കെയാണ്. ഇല്ല, കള്ളൻ നമ്മൾ റിവീൽ ചെയ്യാൻ നമുക്ക് ശരിയാണ് വരുന്നത്. പിന്നെ ഹൊറർ എലമെന്റ്സ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് പേടിയാവുന്നില്ല. അത് മാത്യൂസിന്റെ ട്രോമ സംഭവങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയവര്. പക്ഷേ മാത്യൂസിന്റെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്കത് കിട്ടുന്നില്ല. ഇവര് ട്രെയിലറിലെ കുറെ ഫാന്റസി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ആ ഒരു ഫാന്റസി എലമെന്റ് ആയിട്ടിരുന്ന് കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല പടം. മൊത്തത്തിലാകെ 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ ഈ രാത്രി പകലാവുന്ന പകൽ രാത്രിയാവുന്ന ഒരു കള്ളനെ പിടിക്കാൻ ഇത് തന്നെ റിപ്പീറ്റ് സൈക്കിൾ പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 5 സ്ഥലത്തൊക്കെ ചിരിക്കാൻ കുറച്ച് കോമഡി ഉണ്ടായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാം. 1 ടൈം വാച്ച് ഫ്ലിക്ക്, അത്രേ ഉള്ളൂ. ചുമ്മാ വെറുതെ. എന്നാലും ത്രില്ലടിക്കും. പിള്ളേരൊക്കെ കണ്ടോണ്ടിരിക്കാം. ഒരു ഹൊറർ പരിപാടി പിടിച്ചിട്ട് നമുക്ക് വർക്കായില്ല. ഇപ്പൊ ആരെങ്കിലും കണ്ട പ്രേതത്തെ കണ്ടാ പേടിക്കൂ? അല്ല ആ ഒരു ഇത് ഒന്നും അല്ല പടം. എന്നാലും ഒരു കോമഡി ആയിട്ട് കണ്ടിരിക്കാം. പോരാ. ഓക്കെ, എന്താ പറ്റി നെഗറ്റീവായിട്ട് എന്താ തോന്നിയേ? ഒന്നുമില്ല, പടം അത്ര പോരാ, കണ്ടോണ്ടിരിക്കാം. നമുക്കൊരു എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാനുണ്ടോ? ഒന്നുമില്ല, കുഴപ്പമില്ല. ഒരു ആവറേജ് മൂവിയാണ്, കണ്ടിരിക്കാം. വലിയൊരു ത്രില്ലർ ഫാന്റസി എന്ന് പറയാൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരായിരുന്നു മൂവി. പക്ഷെ എന്തോ ചെറിയ ഇടയ്ക്ക് ഫോൾട്ടുകളുണ്ട്. സീറ്റഡ് ത്രില്ലർ ആ പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. ചെറിയ ത്രില്ലർ, അത്രേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല. സ്റ്റോറിയൊക്കെ ഫ്രഷ്നെസ് ഉള്ള പുതുമകളാണോ? സ്റ്റോറി ഇതുപോലുള്ള നേരത്തെ കണ്ടിട്ടുണ്ട്. മാത്യൂസിന്റെ ഒരു ഹീറോ പരിപാടി അങ്ങനെയൊക്കെയാണോ? പുള്ളി നല്ലോണം പ്രകടനം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. എന്താ പ്രഡിക്റ്റബിൾ ആയി പോയ സ്റ്റോറി? ഇല്ല, പക്ഷെ എന്തോ ഒരു സംതിങ് ആയില്ല, ക്ലിക്ക് ആയില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഓക്കെ ബ്രോ.